ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. ഇന്ന് നമ്മൾ വളരെ സിമ്പിളായിട്ടുള്ളൊരു ഫ്ലവറാണ് ചെയ്യുന്നത്. അതായത് സാറ്റൻ റിബൺ കൊണ്ട് ഹിബിസ്കസ് ആണ് ചെയ്യുന്നത്. അതിന് വേണ്ടിയിട്ട് ഈ കാണിക്കുന്ന കണക്ക് വൈറ്റ് സാറ്റൻ റിബൺ ഒരേ നീളത്തിൽ കട്ട് ചെയ്ത് മാറ്റിയിട്ടിട്ടുണ്ട്. ഈ ഒരു ഹിബിസ്കസ് എന്ന് പറയുന്നത് 2 ഇതളുകൾ ചേർത്ത് ഫെവി ബോണ്ട് വെച്ച് ഒട്ടിച്ചെടുക്കുമ്പോൾ നമ്മൾ അതുപോലെയാണ് ചെയ്തെടുക്കുന്നത്. ഈ കാണിക്കുന്ന കണക്ക് ഒരേപോലത്തെ ആ ഒരു മിനുസമുള്ള ഭാഗം ഒരു കട്ട് ചെയ്ത പീസിൻ്റെ ഒരു മുകളിലത്തെ ഭാഗം സോഫ്റ്റും അടിയിലത്തെ ഭാഗവും സെയിം അതേപോലെ തന്നെ സോഫ്റ്റുള്ള ഭാഗം എടുത്ത് വെച്ചിട്ട് വേണം ആ ഒരു ഇതൾ നമ്മൾ കട്ട് ചെയ്തെടുക്കാൻ. ആ ഒരു ഇതൾ കട്ട് ചെയ്യുന്ന ആ ഒരു മെത്തേഡാണ് ഇതിൽ കാണിക്കുന്നത്. ഒരു സൈഡ് വണ്ണം കുറവും മറു സൈഡ് നമ്മൾ ആ ഏറ്റവും ഇതളിൻ്റെ ടോപ്പിലെ പോലെ ആ ഷേപ്പ് കട്ട് ചെറിയൊരു കർവും കൂടി കൊടുക്കാമെങ്കിൽ നമുക്ക് ആ ഒരു കറക്റ്റ് ഒരു ഇതളിൻ്റെ ഷേപ്പ് നമുക്കായി കിട്ടും. ഏത് സാറ്റൻ റിബൺ നമ്മൾ ചെയ്താലും അത് നമ്മൾ ലൈറ്റർ യൂസാണ് ചെയ്യുന്നത്. ഇനി ഇത് 2 എണ്ണവും കൂടി ആ കട്ട് ചെയ്ത 2 പീസ് നമ്മൾ ഫെവി ബോണ്ട് വെച്ച് ഒട്ടിച്ചെടുക്കുകയും ചെയ്ത് അതുപോലെ ലൈറ്റർ വെച്ച് ചെറുതായിട്ടൊന്ന് ചൂടാക്കി ഇത് കാണിക്കുന്ന ഇതുപോലെ ചെറുതായിട്ടൊന്ന് ഒന്ന് തിരികെ എടുക്കാമെങ്കിൽ ആ ഷേപ്പ് കിട്ടും. പിന്നെ 2 സൈഡും നമ്മൾ കട്ട് ചെയ്ത 2 സൈഡും നമ്മൾ ലൈറ്റർ യൂസ് ചെയ്ത് ഇനി അതിന് ഷെയ്ഡ് കൊടുക്കുന്നതാണ്. അത് ഞാൻ പെർമനൻറ്റ് മാർക്കർ വെച്ചാണ് കൊടുത്തിരിക്കുന്നത്. വ്യത്യസ്തമായി നമുക്ക് ഏത് കളർ വേണമെങ്കിലും കൊടുക്കാം. ഞാനിവിടെ റെഡ് കളർ കൊടുത്തു. ഇനി അതിൻ്റെ സെൻറ്ററിൽ പൂമ്പൊടിയായിട്ട് ചെയ്യാനായിട്ട് യെല്ലോ കളറിലെ സാറ്റൻ റിബൺ എടുത്ത് അത് വെറുതെ സിമ്പിളായിട്ട് കട്ട് ചെയ്ത് വെച്ചതാണ്. അത് എല്ലാം ലൈറ്ററിൽ യൂസ് ചെയ്താണ് ചെയ്യുന്നത്. ഇനി ആ ഒരു ഇതളിന് വേണ്ടിയിട്ട് നമ്മൾ സെയിം അതുപോലെ തന്നെ 2 സൈഡ് ഒരേപോലെ ഫെവി ബോണ്ട് വെച്ച് ഒട്ടിച്ചെടുത്ത് കട്ട് ചെയ്ത് അതിന് ശേഷം ഈ കാണിക്കുന്ന കണക്ക് ലൈറ്റർ യൂസ് ചെയ്ത് അത് ചൂടാക്കുമ്പോഴത്തേക്ക് ആ ഇതളുകൾ നല്ലതുപോലെ കറക്റ്റായിട്ട് വരും. ഇനി ആ ഒരു ഞരമ്പിന് വേണ്ടിയിട്ടാണ് ഇതുപോലെ ഈ കാണിക്കുന്ന കണക്ക് ഫോൾഡ് ചെയ്തിട്ട് നമ്മളത് ലൈറ്റർ യൂസ് ചെയ്യുമ്പോഴത്തേക്ക് ഇതുപോലെ ലൈറ്റർ യൂസ് ചെയ്യുമ്പോഴത്തേക്ക് ആ ഒരു ഭാഗം ഒന്ന് ഇതുപോലെ ഞെക്കി കൊടുക്കുമ്പം കറക്റ്റിലി ആ ഒരു ഞരമ്പ് നമുക്കായി കിട്ടും. വേറെ നമ്മൾ ഗോൾഡനും ഒന്നും ചെയ്യേണ്ട. ഇതുപോലെ നല്ലൊരു ലീഫായി കഴിഞ്ഞ് ഇനി ആ ഒരു പൂമ്പൊടി ആക്കി എടുക്കുകയും നമ്മൾ ചെയ്തത്. അതും യെല്ലോ സാറ്റൻ റിബണിലാണ്. എന്നിട്ട് അത് ഫെവി ബോണ്ട് വെച്ച് ചുറ്റി എടുക്കുകയും ചെയ്തത് ഗോൾഡൻ വയറിൽ. ഇതുപോലെ 5 ഇതളുകൾ നമ്മളതിൽ ഓരോന്ന് വെച്ച് ഒട്ടിച്ചെടുത്ത് കഴിഞ്ഞ് ഇനി അതിൻ്റെ ഏറ്റവും അടിയിൽ ഇതുപോലെ ചുറ്റി വെക്കാനായിട്ട് കുറച്ച് ടിഷ്യൂ പേപ്പർ എടുത്ത് അത് ഫെവി ബോർഡിൽ ഒട്ടിച്ച് വെച്ച് ഇനി അവിടെ തന്നെ നമ്മൾ ഒട്ടിച്ച് വെക്കാൻ കണ്ടിട്ടില്ല ആ ഒരു ചെമ്പരത്തി പൂവിൻ്റെ അടിഭാഗത്ത് അത് നമ്മൾ ഒട്ടിച്ച് വെച്ച് കഴിഞ്ഞ് ഇതുപോലെ 2 ചെമ്പരത്തി പൂവും ഒരു 4 ഇതളുകളുമാണ് ചെയ്തത്. ലീവ്സുമാണ് നമ്മൾ ചെയ്തത്. ആ ഒരു ലീവ്സ് നമ്മൾ പഴയതുപോലെ തന്നെ ചെയ്യുന്ന കണക്ക് ഗോൾഡൻ വയറിൽ ഗ്രീൻ ടേപ്പ് ചുറ്റി എടുത്ത് നമ്മൾ അത് ഒട്ടിച്ചാണ് എടുക്കുന്നത്. ഇനി ആ ഒരു ഫ്ലവർ 2ഉം റെഡി ആയി കഴിഞ്ഞ് ഇനി അതിലോട്ട് നമ്മൾ ഇതുപോലെ ലീവ്സ് വെറുതെ ആ ഒരു ഗോൾഡൻ വയർ വെറുതെ ചുറ്റി അതിനെ ഷേപ്പാക്കി എടുത്തു കഴിഞ്ഞ് 2 ഫ്ലവറും 4 ലീവ്സുമായിട്ട് നമ്മളതിനെ പരസ്പരം പിണച്ച് നല്ലപോലെ ചുറ്റി വരിഞ്ഞ് വെച്ച് അത് ഇളകി പോകത്തൊന്നുമില്ല. നല്ല ടൈറ്റായിട്ട് തന്നെ ഇരുന്നോളും. നല്ല ഭംഗിയായിട്ട് നമുക്ക് നീറ്റായിട്ട് ചെയ്തെടുക്കാൻ പറ്റും. വളരെ സിമ്പിളായിട്ടുള്ളൊരു മെത്തേഡാണിത്.